ഹേ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പ്രിമേറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ട്രെയിലർ കണ്ട ആ ഒരു സമയത്ത് തന്നെ ഈ മൂവി ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് മൂവി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളും ഈ കഥയോടൊപ്പം തന്നെ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു വെറ്റിനറി ഡോക്ടർ വലിയൊരു കൂടിനകത്തേക്ക് ബെൻ എന്നൊരു പേര് വിളിച്ചിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ബെൻ എന്ന് പറയുന്നത് ഒരു കുരങ്ങനാണ്. ഇപ്പോൾ ബെൻ എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങനാണെങ്കിലോ ഒരു പാവ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നല്ല ദേഷ്യത്തിലേണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡോക്ടർ നിനക്കൊരു മരുന്ന് തന്നാൽ മാത്രമേ നീ ശരിയാവത്തുള്ളൂ എന്നും പറഞ്ഞ് ആ ഒരു സൂചി അങ്ങനെ എടുക്കുന്നതും പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും ആ കുരങ്ങനെ അവിടെ കാണാനില്ല. അപ്പോൾ ആ ഡോക്ടർ ആ ഒരു പാവയെടുത്ത് അടുത്ത് ചെറിയൊരു കൂടുണ്ട്, അതിനുള്ളിലേക്ക് കയറിയിട്ട് സൂചി കണ്ടാലും നിനക്ക് അല്ലെങ്കിൽ പേടിയാണ്, വേദനിക്കാതെ എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കാം, വാ വെളിയിലേക്ക് വാ. അതിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്നതും പെട്ടെന്ന് ആ കുരങ്ങന്റെ കൈ വെളിയിലേക്ക് വന്നിട്ട് ഈ ഡോക്ടറിനെ വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ഡോക്ടറിന്റെ മുഖം മുഴുവനായിട്ടും കൊടൂരമായിട്ട് വലിച്ചു കീറി സ്കിന്നെല്ലാം ഇളകിപ്പോകുന്ന അവസ്ഥയിൽ അയാളെ കൊന്നു വെച്ചേക്കാണ് ഇവിടെ വെച്ചിട്ട് ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കഥയിലെ നായികയായിട്ടുള്ള ലൂസിയും അവളുടെ സുഹൃത്ത് കേറ്റും അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോഴാണ് ലൂസിയുടെ സഹോദരി ഫോണിൽ വിളിച്ചിട്ട്, ഈ സഹോദരിയുടെ പേര് എറിൻ എന്നാണ്, അവളിപ്പോൾ വിളിച്ചിട്ട് ലൂസിയോട് ചോദിക്കും, അല്ല ലൂസി നീ എപ്പോഴാണ് ഇവിടേക്ക് വരാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ലൂസി പറയും, എറിൻ ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറിയതേ ഉള്ളൂ, ഒരു 2-3 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ എന്തായാലും തിരിച്ചു വരും എന്ന് പറയുമ്പോഴത്തേക്കും, സോറി ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു സീനുണ്ടല്ലോ, ആ കുരങ്ങൻ ഡോക്ടറിനെ കൊന്നല്ലോ, അവിടെ നിന്ന് 36 മണിക്കൂറിന് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണിത്. അങ്ങനെ കേറ്റിൽ ലൂസി അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹന്ന എന്ന് പറഞ്ഞ മറ്റൊരു പെണ്ണും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇവരുടെ ഒരു ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അതേസമയം ഗ്രേഡ്, നിക്ക് ഇങ്ങനെ രണ്ടുപേരും കൂടി ഈ ഫ്ലൈറ്റിനകത്തുണ്ട്. ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ ഹന്നയെ കണ്ടിരുന്നു. എന്നിട്ട് അവളോട് കുറച്ച് അടുത്ത് പോയി സംസാരിച്ച് ഞങ്ങൾ ഹവായിലേക്കാണ് വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് അവരോട് സൗഹൃദത്തിലാവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവസാനം നമ്പരും ഇവർ രണ്ടുപേരും പരസ്പരം കൈമാറുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേര് യാത്ര ചെയ്തിട്ട് അവസാനം ഫ്ലൈറ്റിൽ ഹവായിലേക്ക് വന്ന് ഇറങ്ങുന്നു. അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നിക്കെന്ന് പറഞ്ഞിട്ട് കേറ്റുണ്ടല്ലോ, അവൾക്കൊരു സഹോദരനുണ്ട്. കേറ്റിന്റെ സഹോദരൻ അവനാണ് ഇവരെല്ലാവരെയും വിളിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ അവനെ കാണുമ്പോഴത്തേക്കും ഹന്നയ്ക്ക് അവനോടൊരു ക്രഷ് വന്നു. അതുകൊണ്ട് തന്നെ നിക്കിനോട് അവൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് സത്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഹീറോയിൻ നിക്കിനെ ഒരുപാട് വർഷമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നിക്കിനോടൊപ്പം ഇവരെല്ലാവരും കാറിൽ കയറിയിട്ട് കുറേ ദൂരെ യാത്ര ചെയ്യുന്നു. ഹവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലമെല്ലാം നമുക്കിപ്പോൾ കാണിച്ചു തന്നിട്ട് അവസാനം ഇവരെല്ലാവരും ഹീറോയിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയിന്റെ അച്ഛനാണെങ്കിലേ അയാൾ പുതിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു കാര്യം വേറെ ഏതോ ഒരു വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൈൻ ലാംഗ്വേജിൽ. കാരണം വേറെ ഒന്നുമില്ല, അയാൾക്ക് ചെവി കേൾക്കാനും കഴിയത്തില്ല, സംസാരിക്കാനും കഴിയത്തില്ല. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിനും അവളുടെ സുഹൃത്തും എല്ലാവരും വരുന്നതും ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് തന്റെ മകളെ അയാൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് കേറ്റ് ഹന്നയെ കാണിച്ചിട്ട് സൈൻ ലാംഗ്വേജിൽ ഇവള് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഹീറോയിന്റെ അച്ഛനോട് പറയുന്നു. അപ്പോൾ നിക്ക് അവിടേക്ക് വരുമ്പോഴത്തേക്കും സൈൻ ലാംഗ്വേജിൽ ഹീറോയിന്റെ അച്ഛൻ, ഹേ നിക്ക് നിന്റെ ലവറുമായിട്ടുള്ള ജീവിതം എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതൊക്കെ ബ്രേക്കപ്പ് ആയി, ഇപ്പോൾ ഞാൻ സിംഗിൾ ആണെന്ന് പറയുന്നത്. നിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിനെ നോക്കിയിട്ട്, ഇപ്പോൾ അവൻ സിംഗിൾ ആണ്, ഇപ്പോൾ നിന്റെ ഇഷ്ടം അവനോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അവൾ ഇത്രയും കാലമായിട്ട് നിക്കിനോട് അവളുടെ ഇഷ്ടം പറഞ്ഞിട്ടില്ല. ഇതൊരു 1 സൈഡ് ലവ് ആണ്. അങ്ങനെ ഹീറോയിൻ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് തന്റെ സഹോദരിയായിട്ടുള്ള എറിനെ കാണാൻ വേണ്ടി. ഇപ്പോൾ റൂമിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും എറിന് നല്ല ദേഷ്യമുണ്ട്. ലൂസി അവളെ വിട്ടിട്ട് കുറെ നാള് മാറി നിന്നതുകൊണ്ട്. അപ്പോൾ ലൂസി പറയും, ഇല്ല എറിൻ, ഇനി ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോകത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ ഒരു പാവ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവയാണ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കുരങ്ങന്റെ കയ്യിലിരുന്നത്. പെട്ടെന്ന് ആ ഒരു കുരങ്ങൻ ഇപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു പാവയങ്ങ് വാങ്ങിക്കും. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ കുരങ്ങനെ നമ്മുടെ ഹീറോയിന്റെ വീട്ടിലാണ് വളർത്തുന്നത്. അതിന്റെ പേരാണ് ബെൻ. അപ്പോൾ ഹീറോയിൻ വന്നിട്ട് ആ ഒരു കുരങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇപ്പൊ ആ കുരങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി ഒരു ടാബില് പല രീതിയിലുള്ള സൈൻ ലാംഗ്വേജുകളുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കുരങ്ങൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അതിന് സ്പീക്കറിലൂടെ കേൾക്കാൻ കഴിയും. അങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ബെന്നിനെയും കൊണ്ട് നേരെ ഹന്നയുടെ മുറിയിലേക്ക് വരുന്നതും ഹന്ന ഇത് കണ്ട് പെട്ടെന്ന് പേടിക്കുമ്പോൾ കേറ്റുണ്ടല്ലോ, അവളാണ് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നത്, ഹേയ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇവർ വളർത്തുന്ന അവരുടെ പെറ്റാണ്, പേര് ബെൻ. എന്നിട്ട് ബെന്നിന് ഹാൻഡ് ഷേക്ക് എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അതിന് നല്ല സന്തോഷമായി. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും ഹന്നയുണ്ടല്ലോ, അവൾക്ക് മാത്രം ഉറക്കം വരുന്നില്ല. അവളിപ്പോൾ ഈ ഒരു വീടിനകത്ത് കാര്യങ്ങളെല്ലാം നോക്കി നടക്കുമ്പോൾ നിക്ക് അവിടേക്ക് വന്നിട്ട്
അവൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇതാണ് ഹീറോയിന്റെ അമ്മ. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് അവർ മരണപ്പെട്ടത്. കൂടാതെ അവരൊരു ബയോളജി ഡോക്ടറാണ്. ഈ കുരങ്ങുകളെല്ലാം വെച്ചിട്ട് എന്തൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാട്ടിലേക്ക് പോകുമ്പോഴാണ് ബെൻ എന്ന് പറഞ്ഞ ഈ ഒരു കുരങ്ങനെ അവർക്ക് കിട്ടിയത്. അതിനുശേഷം ഇവരെല്ലാവരും ആ ഒരു കുരങ്ങനെ വളർത്തുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞിട്ട് കുറെ നേരം ഉറങ്ങാതിരിക്കണ്ട, ദേ ഇതും വലിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ വലിക്കാനായിട്ട് ഒരു സിഗരറ്റും കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹന്ന നേരെ വന്ന് നിൽക്കുന്നത് ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക്. അവിടെ കുറേ നേരം വന്നിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ പിറകെ തന്നെ ഒന്നും മിണ്ടാതെ ആ ഒരു കുരങ്ങനൂരിപ്പുണ്ട്. പെട്ടെന്ന് ഹന്ന തിരിഞ്ഞു നോക്കുന്നതും ഈ കുരങ്ങനെ കണ്ട് പേടിച്ചിട്ട് ഇപ്പൊ പേടിച്ച് അവള് കാര്യം സാധിച്ചേനെ. എന്നിട്ടാണ് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുരങ്ങനാണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ പൂളിലെ വെള്ളത്തിലേക്ക് നോക്കി എന്തോ പേടിച്ചിരിക്കുന്നു. അപ്പോൾ ഹന്ന ചോദിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ കുരങ്ങ് പെട്ടെന്ന് അതിന്റെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഹന്ന അതിന്റെ കൈയിലേക്ക് പിടിക്കുന്നതും പെട്ടെന്ന് ഈ കുരങ്ങൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവളുടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ വേദന കാരണം ഹന്ന നല്ലതുപോലെ കരയാൻ തുടങ്ങുന്നതും പെട്ടെന്ന് ഹീറോയിന്റെ അച്ഛൻ അവിടേക്ക് വരും. എന്നിട്ട് ഒരു വിസിലടിക്കുമ്പോഴത്തേക്കാണ് ഈ കുരങ്ങൻ പെട്ടെന്ന് പിടിവിട്ട് മാറിയിരിക്കും. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. എന്താണെന്ന് അറിയത്തില്ല, നിന്നെ പുതുതായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പെരുമാറുന്നത്. നീ എന്തായാലും വിഷമിക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടിട്ട് ഹീറോയിന്റെ അച്ഛൻ ആ കുരങ്ങനെയും കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വലിയൊരു കൂട് കണ്ടല്ലോ, അതിനകത്തേക്ക് ആ ഒരു കുരങ്ങനെ കൊണ്ടുവിടുകയാണ്. അങ്ങനെ അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് വേറൊരു കുരങ്ങനുണ്ട്. അതൊരു ചെറിയത്, അതിനെ അവിടെ കൊന്നിട്ടേക്കുന്നു. ഇത് കണ്ട ഹീറോയിന്റെ അച്ഛൻ ബെന്നിനോട് ചോദിക്കും എന്താ ബെൻ, നീയാണോ ഇത് ചെയ്തത്, എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ബെൻ എന്ന് പറഞ്ഞ ഒരു കുരങ്ങനായാലും സൈൻ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പെട്ടെന്ന് അതിന്റെ കൈ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് കയ്യിലൊരു മുറിവ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അകത്ത് കിടക്കുന്ന ആ ഒരു ചെറിയ കുരങ്ങൻ കടിച്ചിട്ടാണ് ഈ ഒരു മുറിവ് സംഭവിച്ചത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ പേടിച്ചിട്ട് കൊന്നത് എന്ന് വിചാരിച്ച് ബെന്നിനെ ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഹീറോയിന്റെ അച്ഛൻ വിചാരിച്ച് വെളിയിലേക്ക് പോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിനും അവളുടെ സഹോദരിയും ടേബിളിലിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ അച്ഛൻ ആ ചത്തുപോയ ചെറിയ കുരങ്ങുണ്ടല്ലോ അതിനെ ഒരു കവറിലേക്ക് ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ദേ ഇന്നലെ രാത്രി ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഞാൻ എന്തായാലും ഒരു വെറ്റിനറി ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇതിനെ കാണിച്ചിട്ട് എന്റെ പുതിയ ബുക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ള ഡേറ്റും ഇന്നാണ്, അത് റിലീസ് ചെയ്തിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അതുവരെ നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ടിരിക്കും, കൂടാതെ ഞാൻ വരുന്നത് വരെ ബെന്നിനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കരുത് എന്നും പറഞ്ഞിട്ടാണ് അവളുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നതും ഇപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ആ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ നല്ല ഹാപ്പി ആയിട്ട് പാട്ടെല്ലാം വെച്ച് നല്ല ജോളി ആയിട്ടിരിക്കുന്നു. അപ്പോഴാണ് ക്യാമറ കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരുടെ ആ ഒരു വീടുള്ളത് ഒരു വലിയ മലയുടെ അറ്റത്തായിട്ടാണ്, അതിന് താഴെയാണെങ്കിൽ കടലും. അപ്പോൾ ഇവരുടെ ആ ഒരു ഒറ്റ വീട് മാത്രമേ ഉള്ള ആ സ്ഥലത്ത്. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനായിട്ട് എല്ലാവരും അവിടെ സമയം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ രാത്രിയാവുന്നതും നിക്കുണ്ടല്ലോ കേറ്റിന്റെ സഹോദരൻ, അവനും ഹന്നയും നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്തോ നല്ല അടുപ്പമുള്ളതുപോലെ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് അതൊട്ടും സഹിക്കുന്നില്ല. അവൾക്ക് പൊസസീവ് ആവുന്നു. കാരണം അവനെ വൺ സൈഡായിട്ട് സ്നേഹിക്കല്ലേ. ഇപ്പൊ അന്ന നല്ലൊരു പെണ്ണല്ല എന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരുടെ മുന്നിൽ അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഹീറോയിൻ പെട്ടെന്ന് അന്നയോട് പറയും അന്ന നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോഴത്തേക്കും 2 പയ്യന്മാർക്ക് നീ നമ്പർ കൊടുത്തിരുന്നല്ലോ, വെറുതെ അവരെ ഒന്ന് വിളിക്ക്, നമുക്ക് അവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് കുറച്ച് ഫണ്ണാക്കാം എന്ന് പറയുമ്പോൾ ഹന്നയും ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് അവർക്ക് ഫോൺ ചെയ്തിട്ട് നീയല്ലേ വിളിക്കാൻ പറഞ്ഞേ, ദേ സംസാരിച്ചെന്നും പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ഹീറോയിൻ ഫോൺ എടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് വോയിസ് മെയിലിൽ ഹീറോയിന്റെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു വോയിസ് മെയിലാണ് പോയിട്ടുള്ളത്. പാവം, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. എവിടെയോ ഇരുന്ന് സമാധാനമായിട്ട് മദ്യപിക്കുന്ന ആ പയ്യന്മാരെ കൂടി ഇവിടേക്ക് കൊണ്ടുവന്ന് കൊല്ലാൻ പോവാണ്. എന്തായാലും അതെങ്ങനെയാണെന്ന് മാത്രം ഇനി നമ്മൾ കണ്ടാൽ മതി. അപ്പോഴാണ് കേറ്റുണ്ടല്ലോ അവൾ നല്ലതുപോലെ മദ്യപിച്ചതുകൊണ്ട് പെട്ടെന്ന് ഛർദ്ദിക്കും. ഇത് കാരണം നമ്മുടെ ഹീറോയിൻ കേറ്റിനെ പൊക്കിയെടുത്ത് നേരെ അവളുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്താണ്. അങ്ങനെ കിടത്തുമ്പോഴത്തേക്കാണ് കേറ്റിന്റെ കഴുത്തിലൊരു മാലയുണ്ട്, അതും ഒരു ചെയിനും ഉണ്ട്. ഇപ്പോൾ ഹീറോയിന്റെ കഴുത്തിലും അതേപോലെ ഒരു ചെയിനുണ്ട്. എന്താന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും അത്രയും നല്ല സുഹൃത്തുക്കളാണ്. അതിന്റെ അടയാളമായിട്ടാണ് രണ്ടുപേരും ഒരേപോലെയുള്ള മാല ധരിച്ചിട്ടുള്ളത്. അതേസമയം ഈ പൂളിന്റെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താണോ നടക്കുന്നതെന്ന് വിചാരിച്ചത് അത് തന്നെ ഇവിടെ നടക്കാൻ പോവാണ്. നിക്കും ഹന്നയും കുറെ നേരം അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം രണ്ടുപേരും കിസ് ചെയ്യുന്നു. കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതേ കാര്യം നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് കാണുന്നുണ്ട്. അതേപോലെ അവൾക്ക് നല്ല ദേഷ്യമുണ്ട്, അതും കൂടുതലായിട്ട് ഹന്നയോട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ബെന്നിന്റെ കൂടിനടുത്ത് കാണിക്കുമ്പോൾ ആ വെറ്റിനറി ഡോക്ടർ ഉണ്ടല്ലോ അയാള് ബെന്നിന് എന്താണ് അസുഖം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബെന്നിനെ മയക്കി കിടത്താൻ വേണ്ടിയിട്ടാണ് ആ സൂചി മരുന്നുമായിട്ട് അകത്തേക്ക് കയറുന്നത്. അതിനുശേഷം ആ ഡോക്ടറിന് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ കുറച്ചുകൂടി രാത്രിയാവുന്നതും കേറ്റുണ്ടല്ലോ അവളിപ്പോ ഉറക്കം വരാതെ പെട്ടെന്ന് എഴുന്നേറ്റി കുറച്ച് കാറ്റ് കൊള്ളാന്ന് പറഞ്ഞിട്ട് റൂമിന് വെളിയിലേക്ക് വരുവാണ്. അവിടെ വരുമ്പോഴാണ് ആ കുരങ്ങിന്റെ കയ്യിലിരുന്ന ടെഡി ബിയർ പാവ അത് താഴെ കിടക്കുന്നു. ഇപ്പൊ അതെടുത്ത് അവള് കയ്യിൽ വെക്കുന്നതും പെട്ടെന്ന് അവളുടെ പിറകിൽ ആ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട്.
ഇത് കാണുന്ന കേറ്റ് കുറച്ചു നേരം അതിനെ നോക്കുമ്പോഴത്തേക്കും അത് ഇവൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പതി അടുത്തേക്ക് വരുന്നു. കേറ്റിനാണെങ്കിൽ കാര്യം മനസ്സിലായി. അതുകൊണ്ട് കേറ്റ് വിടുന്നു ലൂസിയെ വിളിക്കുന്നത് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നതും ഹീറോയിനും ഓടി ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ വന്നിട്ട് ഹേയ് കേറ്റ്, നീ ഉറങ്ങാതെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കേറ്റ് പറയും, അതല്ല ഇപ്പോൾ പ്രധാനം, നീ ബെന്നിനെ നോക്ക്, ബെന്നിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവന്റെ മുഖത്ത് ഞാൻ ഒരു ദേഷ്യം കണ്ടിരുന്നു, അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ലൂസിയുടെ സഹോദരി എറിനുണ്ടല്ലോ, അവൾ ഇവിടേക്ക് വരുന്നു. അല്ല എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്നും ഹന്നയും നിക്കും അലറി വിളിക്കുന്ന ശബ്ദം കേട്ട് ഇവർ മൂന്നുപേരും ഓടി അവിടേക്ക് ചെല്ലും. ആ കുരങ്ങനുണ്ടല്ലോ അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് കിടന്ന് ചാടുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ഓടി അവിടേക്ക് വന്ന് അതിനെ വിളിക്കുമ്പോൾ ഹീറോയിനെ കാണുമ്പോഴത്തേക്കാണ് ആ ഒരു കുരങ്ങൻ കുറച്ചെങ്കിലും അടങ്ങുന്നത്. ഇപ്പോൾ നിക്ക് പറയും, ഇല്ല ബെന്നിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവനെ കെട്ടിയിടാം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ ഒരു കയറെടുത്ത് അതിനടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ബെൻ അപ്പോഴും നല്ലതുപോലെ ശബ്ദം ഉണ്ടാക്കി ബഹളം വയ്ക്കുന്നു. നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കയറ് വാങ്ങി സൈൻ ലാംഗ്വേജിൽ ബെന്നിനോട് സംസാരിച്ചിട്ട് പതി അവന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ കഴുത്തിലേക്ക് ആ ഒരു കയറങ്ങിടും. എന്നിട്ട് ആ ഒരു തൂണിലേക്ക് കെട്ടിയിടും. ഇപ്പൊ കെട്ടിയിടുന്നത് കാരണം ബെൻ എന്ന് പറഞ്ഞ ആ ഒരു കുരങ്ങനി അത്രയും ദേഷ്യം അത് ശബ്ദം ഉണ്ടാക്കി വീണ്ടും അലറി വിളിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ഹന്ന പറയും, ഹേ ലൂസി, നിന്റെ കുരങ്ങന് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് തോക്ക് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാം, ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറയുമ്പോൾ ഹീറോയിൻ ഈ ഒരു കുരങ്ങനെ ഇവരുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റാണല്ലോ, അതിനെപ്പറ്റി പറയുന്നത് ഹീറോയിന് നല്ല ദേഷ്യം വരും. അങ്ങനെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ബെന്നെന്ന് പറഞ്ഞ ആ ഒരു കുരങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ കയറുണ്ടല്ലോ അതിനെ കെട്ടിയിട്ടേക്കുന്ന അത് കടിച്ചങ്ങ് മുറിക്കും. അപ്പോൾ ഹീറോയിന്റെ സഹോദരിയാണെങ്കിൽ ഈ കുരങ്ങിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് എറിന്റെ മുന്നിലേക്ക് അത് ചാടി വീണ് അവളുടെ കാലിലേക്ക് കടിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് എല്ലാവരും ഓടി വന്നിട്ട് നമ്മുടെ നിക്ക് ആ ഒരു കുരങ്ങനെ പിടിച്ച് തള്ളി മാറ്റി ഇവരെല്ലാവരും ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടും. ആ പൂളിലേക്ക് എന്താന്ന് വെച്ചാൽ ആ ഒരു കുരങ്ങൻ എന്തോ ഒരു പേടി കാരണം വെള്ളത്തിനടുത്തേക്ക് മാത്രം വരുന്നില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൂളിന്റെ മറ്റൊരു വശത്തേക്ക് നീന്തിയിട്ട് അതുവഴി കരയ്ക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആ കുരങ്ങൻ ഈ പൂള് മുഴുവനായിട്ടും ചുറ്റി ചുറ്റി വരികയാണ്. പക്ഷെ വെള്ളത്തിലേക്ക് മാത്രം ഇറങ്ങുന്നില്ല. അപ്പൊ ഇവര് മനസ്സിലാക്കും, ഇങ്ങനെ ഈ ഒരു കുരങ്ങൻ പേടിക്കണമെന്നുണ്ടെങ്കിൽ ബെന്നിന് റാബിസ് എന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ശരീരം മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിക്കുരങ്ങനുണ്ടല്ലോ ബെന്ന് കൊന്ന ആ ഒരു കുരങ്ങനെ റാബിസ് വൈറസ് ഉണ്ടായിരുന്നു. അത് ബെന്നിനെ കഴിച്ചിട്ടാണ് ബെന്നിന് ഇതുപോലെ റാബിസ് പിടിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ അനിമൽസിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ റാബിസിന് വേണ്ടിയിട്ടുള്ള കുത്തിവയ്പ്പുണ്ടല്ലോ അതെന്തായാലും എടുത്തിരിക്കണം. നമ്മുടെ വീട്ടിൽ പ്രത്യേകം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം. റാബിസ് എന്ന് പറഞ്ഞ അസുഖം ശരീരം മുഴുവനായിട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെടുക എന്നുള്ള കാര്യം അത് പാടാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ ഇത് മനസ്സിലാക്കി എല്ലാവരും പേടിച്ചു കിടക്കുമ്പോൾ ഇപ്പോൾ എറിനെ അത് കടിക്കുകയും ചെയ്തല്ലോ. എന്നിട്ട് ഈ കുരങ്ങൻ നേരെ സ്വിമ്മിംഗ് പൂളിന്റെ സൺസെറ്റ് ഭാഗമുണ്ട്, എന്താണെന്ന് വെച്ചാൽ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം, അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ താഴെ കുഴിയാണ്. കാരണം ആ ഒരു മലയുടെ അറ്റത്താണ് ഈ ഒരു വീടുള്ളത്. സ്വിമ്മിംഗ് പൂളും അറ്റത്തായിട്ട് തന്നെയാണ്. അപ്പോൾ നിക്ക് പറയും, ശരി ആ ഒരു കുരങ്ങിനെ താഴേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, അത് മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ പതിയെ നീന്തി കുരങ്ങിനടുത്തേക്ക് ചെന്ന് അതിനെ ഒരു ഒറ്റ തള്ള് അത് താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് താഴേക്ക് നോക്കിയിട്ട് ഓക്കെ ഒരു കുഴപ്പമില്ല, നമ്മൾ എന്തായാലും സേഫായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നതും ആ ഒരു കുരങ്ങ് താഴെ വീണിട്ടില്ലായിരുന്നു. അതവിടെ തൂങ്ങിക്കിടന്നിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വന്ന് നിക്കിനെ വലിച്ച് താഴേക്കൊരു ഒറ്റയേറ് നിക്ക് നേരെ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു പാറയിലേക്ക് വന്നിരിച്ച് അവന്റെ കഥ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. അപ്പൊ ഇതും കൂടി കണ്ട കേറ്റാണെങ്കിലോ അവളുടെ സഹോദരൻ മരിച്ചതുകൊണ്ട് പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പൊ ഇതാണെങ്കിൽ ആ ഒരു കുരങ്ങനുണ്ടല്ലോ അത് മുകളിലേക്ക് കയറിയിട്ട് ഇവരെ കളിയാക്കുന്നത് പോലെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അതൊരു ഒന്നൊന്നര സീനാണ് സത്യം പറയാലോ, വേറെ ലെവല്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം കഴിഞ്ഞു പോകുന്നു. ഇവരെല്ലാവരും ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ നടുവിലായിട്ടാണുള്ളത്. കാരണം ഈ കുരങ്ങ് ചുറ്റി വരുന്നത് കൊണ്ട് സൈഡിലേക്ക് പോകാൻ കഴിയത്തില്ല. കുറേ നേരമായിട്ട് നീന്തി നിൽക്കുന്നു. ഹീറോയിന്റെ സഹോദരിക്കാണെങ്കിലും വയ്യ. അധിക നേരം ഈ പൂളിന് നടുവിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയത്തില്ല. രാത്രിയാവും തോറും നല്ല തണുപ്പും കൂടുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഈ കുരങ്ങിനെ നോക്കുമ്പോഴത്തേക്കാണ് ആ കുരങ്ങ് കുറെ നേരമായിട്ട് ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ ഈ കരയിലായിട്ട് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ആ ഒരു ബലൂൺ ഉണ്ടല്ലോ അത് കരയിലിരിപ്പുണ്ട്. അപ്പൊ അതെടുത്തുകൊണ്ട് വന്നാൽ ഹീറോയിന്റെ സഹോദരി എങ്ങനെയെങ്കിലും അതിന്റെ മുകളിലേക്ക് കിടത്താൻ കഴിയും. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോ റിസ്ക് എടുത്ത് പാതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു പൂളിൽ നിന്ന് കരയിലേക്ക് കയറിയിട്ട് ആ ബലൂൺ ബെഡ് ഉണ്ടല്ലോ അത് വലിച്ച് ഈ പൂളിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ആ കുരങ്ങിന്റെ അടുത്തായിട്ട് തന്നെ ഹീറോയിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ ഫോൺ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി എങ്കിലും വിളിച്ചിട്ട് സഹായം ചോദിക്കാന്ന് വിചാരിച്ചിട്ട് അവൾ ഇപ്പോഴും പാതിയെ ആ കുരങ്ങിന്റെ പുറയിലേക്ക് നടന്നു പോവാണ്. കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ നടന്ന് ആ ഒരു ഫോൺ എടുക്കാനായിട്ട് വരുന്നതും പോയി, എല്ലാം പോയി. ഇപ്പൊ കുരങ്ങ് തിരിച്ച് ഹീറോയിൻ നോക്കിയിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണ്. അപ്പോഴേക്കാണ് ഹന്ന പെട്ടെന്ന് കരയിലേക്ക് കയറിയിട്ട്
ആ കുരങ്ങനെ വിളിക്കും. അപ്പൊ അതിന്റെ ശ്രദ്ധ ആ ഹന്നയുടെ അടുത്തേക്ക് മാറുമ്പോൾ ഈ ഗ്യാപ്പിൽ ഹീറോയിൻ ആ ഫോൺ എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഹന്നയും പെട്ടെന്ന് തന്നെ പൂളിലേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഫോൺ എടുത്ത് അതിൽ കോൾ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഡിസ്പ്ലേ പൊട്ടിയത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ കോണ്ടാക്റ്റിലോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ കൈവച്ചിട്ട് ആ ഒരു ഡിസ്പ്ലേ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ആകെ പോകുന്നത് കോൾ ഹിസ്റ്ററിയിലേക്ക് മാത്രമാണ്. അവസാനമായിട്ട് ആരെയാണോ വിളിച്ചത് ആ ഒരു നമ്പർ മാത്രമേ അതിലുള്ളൂ. ഇപ്പോൾ ഹന്നയുടെ ഫോണിൽ അവസാനമായിട്ട് ഇവർ ആരെയാണോ വിളിച്ചത് ആ പ്ലെയിനിൽ വെച്ച് കണ്ട രണ്ടുപേരുണ്ടല്ലോ, ഗ്രേസും നിക്കും, അവർ രണ്ടുപേരാണ്. ഇപ്പൊ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് പെട്ടെന്ന് അത് വീഡിയോ കോളാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ വിളിച്ച് ഹീറോയിനും കേറ്റും. ഇതുപോലെ ഞങ്ങൾ വീട്ടിൽ പെട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും സഹായിക്കാൻ വരുമെന്ന് ചോദിക്കുമ്പോൾ അവർ വേറെ ഏതോ ഒരു പാർട്ടിയിൽ എന്തോ പങ്കെടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇവർ പറയുന്നത് വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല, കാര്യം വെക്കുന്നില്ല. പകരം അവരൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവർ കോളങ്ങ് കട്ട് ചെയ്യും. ഇപ്പൊ അവന്മാരുടെ വിചാരം എന്താണ്, ഇവിടെ വന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനാണ്. ഓക്കെ, ഓടിവാ, എന്തായാലും നിങ്ങളെ കാത്ത് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഹന്ന പെട്ടെന്ന് ആ ഒരു ഫോൺ വാങ്ങിയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുരങ്ങൻ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഈ പോളിന്റെ മുകളിലൂടെ ഡെക്കറേഷന് വേണ്ടി ലൈറ്റ് എല്ലാം തൂക്കിയിട്ടുണ്ട്. ഇപ്പൊ അതാണെങ്കിലോ ഇവരുടെ മുകളിലൂടെയും പെട്ടെന്ന് ആ ഒരു കുരങ്ങൻ ആ ഒരു കയറിലൂടെ തൂങ്ങി ഹന്നയുണ്ടല്ലോ അവളുടെ മുടിയിൽ പിടിച്ചങ്ങ് വലിക്കും. എന്നിട്ട് അവളെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ താഴേക്ക് വലിക്കുന്നുണ്ട്. ആ കുരങ്ങനാണെങ്കിൽ പിടി വിടുന്നില്ല, അങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു, അത്രയും ബലമാണ് അതിന്. ഇപ്പോൾ ഹന്നയാണെങ്കിലോ നല്ല വേദന കാരണം കരയുന്നുണ്ടെങ്കിലും ഈ കുരങ്ങന് സഹതാവൊന്നുമില്ല. അതെന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ മുടി പിടിച്ച അത്രയും ഭാഗം വലിച്ചെടുത്തിടങ്ങ് പോവാണ്. വേദന കാരണം അവൾ അലറി വിളിക്കുന്നുണ്ട്. ഒരു തുമ്പ് മുടി തന്നെ നമ്മുടെ തലയിൽ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു വേദന ഉണ്ടാവും, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്രയും മുടി വലിച്ചെടുക്കുമ്പോൾ അവസ്ഥ അയ്യോ വളരെ കൊടൂരമാണ്. അങ്ങനെ ഹന്നയെ ഇവർ ശ്രദ്ധിക്കുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഫോൺ പിടിവിട്ട് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പോൾ വെള്ളത്തിനുള്ളിലേക്ക് പോയത് കൊണ്ട് തന്നെ ആ ഒരു ഫോൺ എന്തായാലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ ആരെ സഹായത്തിനായിട്ട് വിളിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും ആ ഒരു ടെൻഷനിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ കുരങ്ങൻ എന്താ ചെയ്യുന്നറിയോ, അതിൻ്റെ ആ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ ഇവരോട് സംസാരിക്കുന്നത്, അത് കൊണ്ടുവന്നിട്ട് അതിൽ നിങ്ങളെല്ലാവരെയും ഞാൻ കൊല്ലാൻ പോവാണ് എന്നുള്ള രീതിയിൽ അതിനെ പ്രസ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ കുരങ്ങൻ അത്ര മണ്ടൻ കുരങ്ങനൊന്നുമല്ല, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയൊക്കെ പറയൂ, രണ്ട് കൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ്. അങ്ങനെ ഇതുകൂടി കേൾക്കുന്നതും എല്ലാവരും കുറച്ചുകൂടി പേടിക്കുന്നുണ്ട്. കാരണം എന്തായാലും ഈ കുരങ്ങ ഇവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അതേസമയം മറ്റൊരിടത്ത് ഹീറോയിൻ്റെ അച്ഛനുണ്ടല്ലോ, അയാളുടെ ബുക്കിൻ്റെ ആ ഒരു പബ്ലിഷിംഗ് ടൈം ആ ഒരു ഇവന്റിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. എന്താണെന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വെറ്റിനറി ഡോക്ടറാണ്. എന്താന്ന് വെച്ചാല് ഇയാൾ ബെന്നെന്ന് പറഞ്ഞ ഒരു കുരങ്ങന്റെ കൂട്ടിലേക്ക് വേറൊരു ചെറിയ കുരങ്ങനെ വിട്ടല്ലോ, അതിന് റാബിസ് ആണെന്നും അതിന്റെ ശരീരമാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇയാൾ ലാബിലേക്ക് കൊണ്ടുപോയത്. അത് പരിശോധിച്ചിട്ട് അതിലൂടെ അതിന് റാബിസ് ആണെന്നും ഇത് കടിച്ചത് കൊണ്ട് തന്നെ ബെന്നിനും റാബിസ് ഉണ്ടാവും, അതുകൊണ്ട് അതിനെ പെട്ടെന്ന് ചികിത്സിക്കണം എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് നമ്മുടെ ബെൻ കുരങ്ങനും അത്രയും കൊടൂരമായിട്ട് നടക്കുന്നത്. ഈ കാര്യം നമുക്കറിയാം, പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛന് ഒരിക്കലും അറിയത്തില്ല. അയാൾ വിചാരിച്ചിരിക്കുന്നത് അതിനെ കൂട്ടിൽ അടച്ചേക്കുവാണെന്നാണ്. പക്ഷേ വളർത്തുമോൻ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങി അഭ്യാസം കാണിക്കുകയാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി ഹീറോയിൻ്റെ അച്ഛൻ കുറേ നേരമായിട്ട് ഹീറോയിനെ വിളിക്കുന്നു. പക്ഷെ അവളുടെ ഫോൺ റൂമിലിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ കഴിയത്തില്ല. ഇവരെല്ലാവരും സ്വിമ്മിംഗ് പൂളിലിരിക്കുമ്പോൾ ഈ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം ഇവരെല്ലാവരും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ പൂളിനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുരങ്ങിനെ അവിടെ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് എന്തായാലും ആ ഒരു ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഹീറോയിനും അവളുടെ സുഹൃത്തും പതിയെ ആ ഒരു പൂളിൽ നിന്ന് വെളിയിലേക്ക് വരും. ഇതുവരെ ഒരു കുഴപ്പമില്ലേ. അങ്ങനെ രണ്ടുപേരും നടന്ന് ആ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഹീറോയിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അങ്ങനെ പതിയെ നടന്ന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ അറിയാതെ അവരുടെ ടിവിയുടെ റിമോട്ടിൽ ചവിട്ടി കൊടുക്കും. അപ്പോൾ ഈ ഒരു ടി വി ഓണായിട്ട് പെട്ടെന്ന് അതിൽ പ്ലേ ആവുന്നത് ഡോറ ബുജി. അപ്പോൾ ടി വിയിലെ ഡോറയും ബുജിയും ടി വിയിൽ തന്നെയുണ്ട്. യഥാർത്ഥ ബുജി ഇപ്പോൾ വരും, അവിടെ തന്നെ നിന്നോ. അപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നതും പെട്ടെന്ന് ആ ഒരു കുരങ്ങൻ മുകളിൽ നിന്ന് ഓടി വരുന്ന ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും അടുത്തുള്ള കബോർഡിലേക്ക് കയറി ഒളിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് ആ ഒരു കുരങ്ങൻ അകത്തേക്ക് വന്നിട്ട് ഇവരെ അവിടെയെല്ലാം നോക്കിയ അവസാനം ആ കാർട്ടൂൺ ഉണ്ടല്ലോ അതിരുന്ന് കാണുകയാണ്. കുറേ നേരം അങ്ങനെ തന്നെ നോക്കിയിരുന്ന് പെട്ടെന്ന് ആ ടി വി അങ്ങ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് ആ കബോർഡിനുള്ളിൽ നിന്നും എന്തോ ഒരു കാര്യം താഴേക്ക് തട്ടിയിടുന്നതും അടിപൊളി. ഈ ശബ്ദം കുരങ്ങൻ കേട്ട് പതിയെ ആ കബോർഡിന് മുന്നിലേക്ക് വന്നിങ്ങനെ നോക്കാണ്. ഇത് വന്നിട്ട് അതിൻ്റെ ആ ഒരു ഡോറും ഇടിച്ച് തുറന്ന് ഉള്ളിലേക്ക് തലയിട്ട് ഇങ്ങനെ നോക്കുന്നത് രണ്ടുപേരും പേടിച്ചിട്ട് ഈ തുണികൾക്കിടയിൽ ഒളിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കുരങ്ങൻ പെട്ടെന്ന് അവരെ ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് അത് വീണ്ടും തിരിച്ചു പോകുന്നു. അപ്പോൾ അത് പോയിന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി തിരിച്ച് ആ ഒരു പോളിനടുത്തേക്ക് തന്നെ പോകാനായിട്ട് ആ ഒരു ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ലൂസി ഒരു മോശം പെണ്ണാണ്, ലൂസി ഒരു മോശം പെണ്ണാണ് എന്ന് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നു. എവിടെ നിന്ന് അത് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആഹാ വേറൊന്നുമല്ല, ആ കുരങ്ങൻ വീടിന് മുകളിലായിട്ട് തന്നെയുണ്ട്. എന്നിട്ട് അങ്ങനെ മുകളിൽ നിന്ന് ചാടി ഹീറോയിൻ്റെ മുകളിലേക്ക് വീണിട്ട് അവളെ ഇടിച്ച് താഴേക്കിട്ട്
അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കേറ്റുണ്ടല്ലോ അവള് പുറകിലൂടെ വന്ന് ഒരു തടി എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് ആ കുരങ്ങനെ അടിച്ചു കളഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ കണ്ണാടി ഡോറ് അതങ്ങ് അടച്ചു വെക്കും. അപ്പോഴും ആ ഒരു കുരങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ഇത് മണ്ടനല്ലാന്ന്. ഇതെന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ഡോർ തുറക്കാനുള്ള ഹാൻഡിൽ പിടിച്ചിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറോയിന്റെ ഫ്രണ്ട് എന്താ ചെയ്യുന്ന വെച്ചാല് അത് തുറക്കാൻ സമ്മതിക്കാതെ പിടിച്ചു തന്നെ വെച്ചേക്കും. ഇത് കാരണം ആ കുരങ്ങനെ ദേഷ്യം വന്ന് ഈ കണ്ണാടി ആദ്യം ഇടിച്ച് പൊളിക്കാൻ ശ്രമിക്കുകയാണ്. അത് നല്ല ദേഷ്യത്തില്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഇടിച്ചിട്ട് പതിയെ പുറകിലേക്ക് നടന്നു പോകും. അപ്പോൾ കേറ്റ് വിചാരിക്കും ഇതിനെന്താ ഇനിയിപ്പോ ഇത് പഴയതുപോലെ മാറിയോ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോൾ വേറൊന്നുമല്ല, പുറകിലേക്ക് പോയിട്ട് നല്ല സ്പീഡിന് ഓടി വന്ന് ഇതിലേക്ക് ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട രണ്ടുപേരും അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം പോളിനടുത്തേക്ക്. അപ്പൊ ഈ കുരങ്ങനാണെങ്കിലോ ഈ കണ്ണാടി ഇടിച്ച് പൊട്ടിച്ച് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് പുറകെ പോകുന്ന കേറ്റുണ്ടല്ലോ അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് അവളെ അങ്ങ് താഴെയിടും. ഇവിടെ ഹീറോയിൻ ആ ഒരു പോളിനടുത്തേക്ക് ഓടി വന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ കേറ്റിനെ കാണുന്നില്ല. ഇപ്പൊ കേറ്റ് എവിടെയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞ് മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ കുരങ്ങൻ കേറ്റിന്റെ മുകളിലേക്ക് കയറിയിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവളുടെ തലയിലേക്ക് 2-3 അടിയടിച്ച് അവളെ അങ്ങ് കൊല്ലുന്നു. ഇത് കണ്ട ഹീറോയിൻ അലറി വിളിച്ചിട്ട് ഇപ്പൊ ആ കുരങ്ങൻ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും അവൾ അവിടെ നിന്നും പൂളിനടുത്തേക്ക് ഓടും. അതും പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഓടി ഓടി പൂളിലേക്ക് ചാടാനായിട്ട് വരുമ്പോൾ ആ കുരങ്ങൻ അവളെയും പിടിച്ച് താഴേക്കിട്ട് ഇപ്പൊ അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഹന്നയുണ്ടല്ലോ അവൾ നേരെ കരയിലേക്ക് കയറി ഒരു കയറെടുത്ത് ഈ കുരങ്ങന്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടും. ഇപ്പോൾ ഹീറോയിനും പെട്ടെന്ന് പൂളിലേക്ക് തന്നെ ചാടിയിട്ട് ഇവർ രണ്ടുപേരും ഈ കുരങ്ങനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ ശ്രമിക്കുകയാണ്. കാരണം വെള്ളം പേടിയായതുകൊണ്ട് തന്നെ അതിനെ വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാല് അതുകൊണ്ട് രണ്ടുപേരും ആ ഒരു കയറിൽ പിടിച്ചിട്ട് അങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ഈ കുരങ്ങൻ കരയിൽ നിന്നിട്ട് തിരിച്ചു വലിക്കുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് വലിച്ചിട്ട് ആ കുരങ്ങനെ വലിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ കഴിയുന്നില്ല. അത്രയും സ്ട്രോങ് ആണ്. കുറെ നേരം ശ്രമിച്ചിട്ട് അവസാനം അവർ ആ കയറിന്റെ പിടി അങ്ങ് വിടും. അതുമല്ല കേറ്റ് മരിച്ച ആ ഒരു കാര്യം ആലോചിച്ചിട്ടും ഹീറോയിന് നല്ല വിഷമമുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം ഹീറോയിന്റെ അച്ഛനെ കാണിക്കുമ്പോൾ അയാൾ ഇത്ര നേരമായിട്ട് വീട്ടിലേക്ക് വിളിച്ചു, ഹീറോയിന് മെസ്സേജ് അയച്ചു, അവളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയായിട്ട് അയാളും പെട്ടെന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് വരികയാണ്. അതേസമയം വീട്ടിൽ കാണിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും അറിയാതെ ആ രണ്ടുപേരുണ്ടല്ലോ ബ്രാസും നിക്കും ഇവർ രണ്ടുപേരും ഈ വീടിനകത്തേക്ക് കയറും. അവരെങ്ങനെ അഡ്രസ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി അല്ല ഈ പെണ്ണുങ്ങളൊക്കെ എവിടെ, ചിലപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും, നമുക്ക് ഓരോ റൂമിലായിട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഈ വീടിനകത്ത് ചുറ്റി നടക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ കുരങ്ങൻ ഓരോരുത്തിരുന്ന് നല്ലതുപോലെ വാച്ച് ചെയ്യുന്നുണ്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതിലൊരുത്തൻ പെട്ടെന്ന് ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് കട്ടിലേക്ക് വന്ന് കിടക്കുമ്പോഴത്തേക്കും ഷടാ ഇവരെല്ലാവരും എവിടെ പോയെന്ന് വിചാരിച്ച് അവൻ അവിടെ തന്നെ ഇങ്ങനെ കിടക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവിടേക്ക് ആ ഒരു കുരങ്ങൻ വരുന്നത്. ഇത് കണ്ടിട്ട് ഇവൻ പേടിച്ചു പോകും. അപ്പൊ ആ കുരങ്ങനാണെങ്കിലോ പതിയെ ഇവന്റെ മുകളിലേക്ക് കയറിയിരുന്ന് എന്തോ റൊമാൻസ് ചെയ്യുന്നത് പോലെ എല്ലാം കാണിച്ചിട്ട് ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈയെല്ലാം കാണിച്ച ഒരു വിധത്തിൽ അതിനെ മാറ്റി നിർത്തും. എന്നിട്ട് കൈ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും കുരങ്ങനും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരം അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് ഇവന്റെ മുകളിലേക്ക് വന്ന് അവന്റെ വായിലേക്ക് വിരലിട്ട് വായ അങ്ങനെ വലിച്ചീറി ആ ഒരു താടിയിലുണ്ടല്ലോ അത് വലിച്ചങ്ങെടുക്കും. അങ്ങനെ കൊടൂരമായിട്ട് തന്നെ അവനെയും കൊല്ലുന്നു. അപ്പൊ ഇവന്റെ കൂടെയുള്ള വേറെടുത്തിട്ടുണ്ടല്ലോ അവനാണെങ്കിലോ ഇതൊന്നും അറിയാതെ ഈ വീടിനകത്ത് ചുറ്റി നടന്ന അവസാനം ബാൽക്കണിയിലേക്ക് വരുമ്പോൾ താഴെ ആ ഒരു പൂളിൽ ഇവരെല്ലാവരും കിടക്കുന്നത് കാണും. എന്നിട്ട് ഇവൻ പെട്ടെന്ന് അകത്ത് കിടക്കുന്ന അവന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഹേയ് അവരെല്ലാവരും ഈ പൂളിലുണ്ട് ഇവിടേക്ക് വാടാന്നിങ്ങനെ പറയുമ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിനും ബാക്കി എല്ലാവരും നമ്മുടെ ഹീറോയിനും ഹന്നയും പെട്ടെന്ന് ഇവനെ കണ്ട് ഇവര് പറയും ഹേയ് ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്, രക്ഷോട്ട് പോകാൻ പറയുമ്പോൾ ഇവനത് നല്ലതുപോലെ കേൾക്കുന്നില്ല. അങ്ങനെ ഇവന്റെ കാലിനടുത്തേക്ക് എന്തോ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് ഇവൻ തിരിഞ്ഞു നോക്കുന്നതും അത് വേറെ ഒന്നുമല്ല, നേരത്തെ അവന്റെ കൂട്ടുകാരന്റെ താടിയല്ലി വലിച്ചു ഊരിയല്ലോ അതാണ്. അതും നോക്കി അവൻ അവിടെ നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു കുരങ്ങൻ പുറകിലൂടെ വന്നിട്ട് ഇപ്പൊ ആ ഒരു പയ്യനെയും വലിച്ച് താഴെക്കിട്ട് അവനെയും കൊല്ലുകയാണ്. അപ്പൊ ഈ ശബ്ദം താഴെയുള്ള ഹന്നയും ഹീറോയിനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗ്യാപ്പ് എന്ന് വിചാരിച്ച് ഹന്ന പെട്ടെന്ന് തന്നെ ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് പതിയെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ ആ കുരങ്ങൻ ഒരു കമ്പി വെച്ചിട്ട് അവനെ അടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്യാപ്പിൽ അവൾ എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് ഹാളിലേക്ക് ഓടി വന്ന് ഹീറോയിന്റെ ഫോൺ അവിടെ കിടപ്പുണ്ട് അതും എടുത്ത് അതേപോലെ തന്നെ കാറിന്റെ കീയും എടുത്ത് ഒരു ഒറ്റ ഓട്ടം വെളിയിലേക്ക് എന്നിട്ട് ഓടി വന്ന് വെളിയിലുള്ള ഒരു കാറിലേക്ക് കയറി കീ ഇട്ട് നോക്കുമ്പോഴത്തേക്കാണ് കീ കയറുന്നില്ല. ചേട്ടാ ഇതെന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു കാറിന്റെ കീയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് അടുത്ത് കിടക്കുന്ന മറ്റൊരു കാറിലാണ് ശബ്ദം കേൾക്കുന്നത്. വേറൊന്നുമല്ല, അവൾ കയറിയിരിക്കുന്നത് ഇവിടേക്ക് വന്നൊരു 2 പയ്യന്മാര് അവരുടെ കാറിലേക്ക്. അവളുടെ കാറാണെങ്കിലോ അപ്പുറത്ത് കിടക്കുന്നു. അപ്പൊ തന്റെ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഹന്ന ആ കാറിൽ നിന്നും പതിയെ ഇറങ്ങി വെളിയിലേക്ക് പോയിട്ട് വരുമ്പോൾ ആ കുരങ്ങൻ അവിടേക്ക് വന്നു. ഇത് കണ്ട ഹന്ന വീണ്ടും ഈ കാറിനകത്തേക്ക് തന്നെ കയറിയിരിക്കും. എന്നിട്ട് കാറിൽ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് വേറൊന്നുമല്ല, ആ കുരങ്ങനുണ്ടല്ലോ ഇതിനെല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ഈ പയ്യന്മാരുടെ കാറിന്റെ കീ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കീയിൽ ഞെക്കി ഈ ഡോറ് അൺലോക്ക് ചെയ്യുന്നു. അപ്പോൾ അന്നയാണെങ്കിലോ അകത്തിരുന്നിട്ട് അവള് ലോക്ക് ചെയ്യും, ഇത് അൺലോക്ക് ചെയ്യും, ലോക്ക് ചെയ്യും, അൺലോക്ക് ചെയ്യും.
ഇങ്ങനെ മാറി മാറി രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹന്നയും നല്ലതുപോലെ പേടിച്ചു. ഇപ്പൊ വേറെ വഴിയില്ല. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക്, അല്ല എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ പെട്ട് കിടക്കാണ്, പെട്ടെന്ന് ഇവിടേക്ക് വരണം, ഒരുപാട് പേര് മരിച്ചു എന്നെല്ലാം പറയുമ്പോൾ അവർ പെട്ടെന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, അഡ്രസ്സ് പറയുമ്പോഴത്തേക്കും അവൾക്ക് ഈ സ്ഥലത്തിന്റെ അഡ്രസ്സ് പോലും അറിയത്തില്ല. കാരണം അവൾ ഇവിടെ പുതുതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ആ കുരങ്ങൻ എന്താ ചെയ്യുന്ന വെച്ചാല് കീ ഉപയോഗിച്ചിട്ട് ഇത് അൺലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അന്നയെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം ഈ കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് കാറിന്റെ പുറകിലത്തെ ഭാഗമുണ്ടല്ലോ അതങ്ങനെ തുറക്കും. ഇത് ഹന്ന ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്നിട്ട് അതുവഴി ഉള്ളിലേക്ക് കയറി ഹന്നയുടെ അടുത്തേക്ക് വരുന്നതും അവള് പെട്ടെന്ന് ഈ കുരങ്ങനെ ചവിട്ടി ദൂരേക്ക് എറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കത്തില്ല. കാരണം ആ കുരങ്ങൻ അതിനു മുന്നേ തന്നെ അവളെ പിടിച്ചു വെച്ച് അവളെയും ആ കാറിനകത്ത് വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പൊ അവസാനമായിട്ടുള്ളത് ഹീറോയിനും അവളുടെ സഹോദരിയും മാത്രമാണ്. ഇവര് രണ്ടുപേരും ഇപ്പോഴും പൂളിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ സഹോദരിയുടെ കാലിൽ നിന്ന് ഒരുപാട് രക്തവും പോകുന്നുണ്ട്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവളുടെ ജീവന് തന്നെ അത് അപകടമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളെന്ന് വിചാരിച്ച് ഇപ്പോൾ ധൈര്യമെല്ലാം സംഭരിച്ച് ഹീറോയിൻ പതിയെ ആ പൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് മുകളിലേക്ക് നടന്നു പോകുമ്പോൾ അവളുടെ സുഹൃത്തുക്കളും എല്ലാവരും മരിച്ചെടുക്കുന്ന ആ കാര്യങ്ങളെല്ലാം കണ്ടാകെ വിഷമിച്ച് ആരെയും വിളിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവൾ മുകളിലേക്ക് നടന്നു വരും. അപ്പോ അവിടെ ഒരു കണ്ണാടിയെല്ലാം തകർന്നു കിടപ്പുണ്ട്. അതിലേക്ക് കാലുകൊണ്ട് ചവിട്ടുന്നതും വേദനിക്കും. പക്ഷെ ശബ്ദം ഉണ്ടാക്കാതെ വാ മൂടി പിടിച്ചിട്ട് കാലിൽ നിന്നും ആ ഒരു ഗ്ലാസ് പീസ് എല്ലാം വലിച്ചു കുരുവാണ്. ദേ ഇതുപോലെ അവളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതും അവളങ്ങ് പേടിച്ചു പോവും. കറക്റ്റ് സമയത്ത് ഹീറോയിന്റെ അച്ഛൻ വെളിയിൽ കാറുമായിട്ട് വന്നേക്കാണ്. എന്നിട്ട് എല്ലാവരെയും ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഒന്ന് കേൾക്കാനും കഴിയത്തില്ല, സംസാരിക്കാനും കഴിയത്തില്ല. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ കാര്യം സൈൻ ലാംഗ്വേജിലൂടെ അയാളോട് പറയാന്നും പറഞ്ഞു ഓടി വരുമ്പോൾ ഈ കുരങ്ങൻ പെട്ടെന്ന് ഹീറോയിനെ വലിച്ച് അടുത്തൊരു മുറിക്കകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് പെട്ടെന്ന് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ പാവത്തെ പോലെ സാധാരണ പോലെ തന്നെ അവളോട് പെരുമാറുന്നു. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും അല്ല ഇതിനെന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇനിയിപ്പോ അതിന് ഭേദമായി കാണും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ കുരങ്ങനാണെങ്കിൽ അവളുടെ കൈ പിടിച്ചു വെച്ചേക്കാണ്. പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചങ്ങ് ഓടിക്കുന്നതും അവൾ കടന്ന് കരയുന്ന ശബ്ദം കേട്ട് മുകളിലേക്ക് നമ്മുടെ ഹീറോയിന്റെ സഹോദരി കയറി വരും. എന്നിട്ട് അവൾ ആ ഒരു കുരങ്ങനെ വിളിക്കുന്നതും കുരങ്ങൻ അവളെ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടിട്ട് അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളുടെ മുതുകെല്ലാം വലിച്ചങ്ങനെ കീറാണ്. ആ സമയം കൊണ്ട് ഹീറോയിൻ ഓടി വന്ന ആ ഒരു കുരങ്ങനെ തള്ളി മാറ്റി ഇപ്പൊ ഇവര് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നതും ഹീറോയിന്റെ അച്ഛൻ ഈ വീട് മുഴുവനായിട്ട് ഇങ്ങനെ ഇവർ അന്വേഷിച്ച് നടക്കാണ്. അപ്പോഴാണ് ഇതിനകത്തേക്ക് വന്ന ആ രണ്ട് പയ്യന്മാര് മരിച്ചടക്കുന്നത് കാര്യങ്ങളെല്ലാം കണ്ട് ഓക്കെ എന്തോ ഒരു കാര്യം വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇപ്പൊ ഇവിടെ ഈ കുരങ്ങൻ നമ്മുടെ ഹീറോയിനെ പിടിച്ചങ്ങനെ തള്ളിയിട്ടിട്ട് അവളുടെ വായിലേക്ക് പിടിച്ച് നേരത്തെ ഒരു തന്നെ കൊന്നല്ലോ അതുപോലെ തന്നെ അവളുടെ വായ വലിച്ച് കീറാണ്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ കറക്റ്റ് സമയത്ത് അവിടേക്ക് വന്ന് ആ വിസിലെടുത്ത് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും കുരങ്ങൻ അവളുടെ ദേഹത്ത് നിന്ന് മാറിയിട്ട് പെട്ടെന്ന് ഓടി വന്ന് അയാളുടെ മുകളിലേക്ക് ചാടി വീണു അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിലോ തന്റെ അച്ഛനെ രക്ഷിച്ചാൽ മതിയാവും. അതുകൊണ്ട് അവിടെ ഒരു മൺവെട്ടിയുണ്ട്, മൺവെട്ടി അല്ല ഷവല്, ഓക്കെ എന്താവട്ടെ അതും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കുരങ്ങന്റെ തലയിലേക്ക് 2-3 അടി നിർത്താതെ അടിക്കുന്നു. അടിച്ചടിച്ച് ആ ഷവല് പൊട്ടിയതല്ലാതെ കുരങ്ങനൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ കുരങ്ങൻ തിരിച്ച് ഹീറോയിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി അവളുടെ ബോധം പോയിട്ട് താഴെ വീഴുന്നു. അപ്പൊ ഈ ഗ്യാപ്പിൽ ഹീറോയുടെ അച്ഛൻ എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്ത് കിടക്കുന്ന ഒരു വൈൻ കുപ്പിയുണ്ട് അതെടുത്ത് ഈ കുരങ്ങന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അപ്പോഴേക്കും കുരങ്ങൻ ദേഷ്യം കാരണം അയാളെ കടിക്കാനായിട്ട് താഴേക്ക് വരുന്നതും ഈ പൊട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് വെച്ച് കുരങ്ങന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ രക്തം ഒരുപാട് പോയിട്ട് കുരങ്ങൻ പെട്ടെന്ന് അവിടെ തന്നെ അനക്കമൊന്നുമില്ലാതെ വന്ന് വീഴുകയും ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു വരവ് കൂടി വരാനുണ്ട്. അങ്ങനെ അതിനുശേഷം ഹീറോയിൻ, സഹോദരി, അവളുടെ അച്ഛൻ 3 പേരും എഴുന്നേറ്റിരുന്ന് ഇതിനെ കെട്ടിപ്പിടിച്ച് അത് മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ കുരങ്ങൻ ഇപ്പോഴും എഴുന്നേറ്റ് അങ്ങനെ വരുവാണ്. ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നതും ഹീറോയിൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് ഇവരെ രണ്ടുപേരെ പിടിച്ച് മാറ്റി ആ കുരങ്ങൻ ഓടി വന്ന് ഹീറോയിനെ പിടിച്ചിട്ട് നേരെ താഴേക്ക് വന്ന് വീഴും. അതും മുകളിലത്തെ നിലയിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. അങ്ങനെ താഴേക്ക് വീഴുമ്പോഴത്തേക്കും ഈ കുരങ്ങനാണെങ്കിലോ നേരെ താഴെ മൂർച്ചുള്ള ഒരു കമ്പിയിലേക്ക് വീണിട്ട് ഇപ്പോ അത് പൂർണ്ണമായിട്ടും അവിടെ വെച്ച് മരിച്ചു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ മരിച്ചിട്ടില്ല, താഴെ വീണിട്ടില്ല, അവളവിടെ തൂങ്ങിക്കിടക്കാണ്. എന്നിട്ട് ഹീറോയിനെ ഇവര് രണ്ടുപേരും കൂടി വലിച്ച് മുകളിലേക്ക് ആക്കുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാവരും അറിഞ്ഞു. പോലീസും ആംബുലൻസും എല്ലാ കാര്യങ്ങളും അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ഹീറോയിന്റെ സഹോദരിയെ സ്ട്രെച്ചറിലാക്കിയിട്ട് ആംബുലൻസിനകത്തേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും പുറകെ തന്നെ പോകുന്നുണ്ട്. ആ സമയത്താണ് വീണ്ടും ആ കുരങ്ങ യൂസ് ചെയ്യുന്ന ടാബ് ഉണ്ടല്ലോ അതിൽ നിന്നും ഹീറോയിൻ ബാഡാണ് എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നു. ഇവര് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു കുരങ്ങനല്ലായിരുന്നു. ഇവിടേക്കൊന്ന് ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവരാണ് ആ ഒരു ടാബ് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഓക്കെ എന്തായാലും ആ ഒരു കുരങ്ങൻ അവസാനിച്ചു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.